കാരണം തന്നെ മാക്സിമം നമുക്കുള്ളതാണ് ഒരു 12 ഇയേഴ്സ്. ബാക്കി നമ്മൾ ഉറങ്ങി തീർക്കും, ഉറങ്ങി നമ്മളൊന്നും ചെയ്യാതെ പോകും. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു ചെറിയ ലൈഫ് ടൈമാണ് നമുക്ക്. ഇഫ് വി ഹാപ്പൻ ടു ലിവ്, നമ്മൾ നല്ലപോലെ അസുഖം വരാതെയും വല്ല ആക്സിഡന്റ് ആകാതെയും ഒന്നും പറ്റാതെയും നമുക്ക് അത്രയും കാലം ജീവിക്കാൻ പറ്റിയാൽ തന്നെ എനിക്കൊക്കെ ഇനി മുന്നിലുള്ളത് അത്ര കാലമാണ്. സോ ആ സമയം ഐ ജസ്റ്റ് വോണ്ട് ടു ബി പോസിറ്റീവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഇനിയുള്ള കാലം with my children and with my grandchildren and with my friends and with എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും കൂടെ. I wish to really lead a happy life, and whenever my mother has any emergency, she's always welcome to call me and I will always be there for her. Welcome to call me and I will always be there for her. So that's it, and I wish them all the very best. And ഇപ്പോൾ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മ വേണോ ഇല്ലേ എന്നുള്ള കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിംഗ് അല്ല. അമ്മ ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാം. മറ്റു വീടുകളിൽ അങ്ങനെ അമ്മ വേണോ വേണ്ട എന്നൊക്കെ ആൾക്കാർ പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മ വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ, ആൻഡ് ഐ എം വിത്ത് ഹർ, ഐ എം ഓൾവേസ് വിത്ത് ഹർ ആൻഡ് വിത്ത് ഓൾ മൈ ചിൽഡ്രൻ, വിത്ത് എവരിബഡി. ആൻഡ് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഓൾവേസ് ബി ദേ വിത്ത് ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് നമ്മുടെ ലാസ്റ്റ് ടു സെൻറ്റൻസസ് എന്നോട് പറഞ്ഞാലും ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിക്കാം. ഞാൻ സാരമില്ല കാര്യം വിട്ടുകളാം, എന്തോ ആവട്ടെ വിട്ടുകളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമല്ല. ലെറ്റ് ജസ്റ്റ് ഗോ, അതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നാണ് ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് സിന്ധു കൃഷ്ണ കൂടുതലും ഈ വീഡിയോസിലൊക്കെ പറയുന്നത് അവരുടെ മാതാപിതാക്കൾക്കും അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പറയുന്ന പ്രധാന ഒരു